ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കല്യാണം കമനീയം എന്ന ഒരു തെലുങ്ക് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മളുടെ ഹീറോ ഒരു സ്ഥലത്തിരുന്നിട്ട് തൻ്റെ ജീവിതമേ നശിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ വെച്ച് കട്ടായി നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നമ്മുടെ ഹീറോയുടെ പേര് ശിവ എന്നാണ്. അവൻ 25 വർഷം കഴിഞ്ഞിട്ടും അവന് ഇപ്പോൾ ജോലി കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവൻ IT ഫീൽഡിലാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ IT ഫീൽഡിലൊക്കെ ഒരുപാട് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവന് നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ജോലിയൊന്നും ഇല്ലാത്ത നമ്മളുടെ ഹീറോയുടെ വീട്ടിൽ അവൻ്റെ അച്ഛൻ എപ്പോഴും അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ നമ്മളുടെ ഹീറോ എഴുന്നേറ്റ് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എനിക്കൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്, അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്ക് ആവുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോയുടെ അമ്മ ഇവനൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവനൊന്ന് നന്നാവുമെന്ന് പറഞ്ഞിട്ട് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഹീറോയുടെ അച്ഛനാണെങ്കിൽ ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് കള്ളമൊന്നും പറയില്ല, സത്യമായിട്ട് ഇവന് ജോലിയില്ല എന്നുള്ള കാര്യം പറയും, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം ഈ ഒരു കല്യാണം നടത്താമെന്ന് പറയുന്നു. അടുത്ത സീനിൽ നമുക്ക് ശ്രുതി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കാണിക്കുന്നു. ഇവളാണ് ഈ ഒരു സിനിമയുടെ ഹീറോയിൻ. ഇവർ രണ്ടുപേരും ഏകദേശം 2 വർഷത്തിന് മുകളിലായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവളുടെ വീട്ടിൽ ഇവർ പെണ്ണ് കാണാനൊക്കെ പോയി അങ്ങനെ ഈ ഒരു കല്യാണം അവർ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ ഹീറോയുടെ അച്ഛനാണെങ്കിൽ ഇവന് ജോലിയൊന്നും ഇല്ല എന്നുള്ള കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവളുടെ അച്ഛന് അതൊന്നും കുഴപ്പമായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ അതിനൊക്കെ ശേഷം നമ്മളുടെ ഹീറോയുടെ അച്ഛനും അതുപോലെ അവളുടെ അച്ഛനും കൂടി ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന സമയത്താണ് അവളുടെ അച്ഛൻ പറയുന്നത് അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസർ ആണ്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ സന്തോഷത്തോടു കൂടി മകളുടെ കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടും പിന്നെ ഇവൻ ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവൻ എന്തായാലും ജോലി കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ടും ഇതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വീട്ടുകാർ അംഗീകരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ കല്യാണവും വളരെ സന്തോഷത്തോടു കൂടി നടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ശ്രുതി നമ്മളുടെ ഹീറോയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി മുതലുള്ള ജീവിതത്തിൽ നമ്മളുടെ പാരൻസിനെ വിശ്വസിച്ചിരിക്കരുത്, പ്രത്യേകിച്ച് പൈസേൻ്റെ കാര്യത്തിൽ നമ്മൾ വേണം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം ശ്രുതിയുടെ അച്ഛൻ അവൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഫ്ലാറ്റിലേക്ക് നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടി താമസം മാറുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മളുടെ ഹീറോയിൻ നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളുടെ ഹീറോ അവളെ നേരെ ഓഫീസിൽ കൊണ്ടുവിടും. അതിനുശേഷം ഹീറോ നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ വീട്ടിലിരിക്കും. അവൾ ഓഫീസിൽ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ഡേ അവൾ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓഫീസിലുള്ള എല്ലാവരും കൂടി അവൾക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നു. കാരണം മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, അപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം അവൾ അവിടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്കൊരു മെസ്സേജ് വരികയാണ്. അതായത് കല്യാണമായിട്ട് പറഞ്ഞില്ലല്ലോ, പിന്നെ നിന്നെ സാരിയിൽ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. അപ്പോൾ ഈ മെസ്സേജ് അയച്ചത് ആരാണെന്ന് അവൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ശ്രുതിയുടെയും നമ്മളുടെ ഹീറോയുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ജോലിയില്ല ത്തിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ചോദിക്കുന്നില്ല. അവന് ചെലവിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവൾ അവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ വളരെ സ്നേഹത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അവളുടെ ഓഫീസിൽ ഹയറിങ്ങിൻ്റെ ഒരു പോസ്റ്റർ അവൾ കാണുന്നത്. ഉടനെ തന്നെ നമ്മളുടെ ഹീറോയും കൂടി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഹീറോ അവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നു, ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ തീർച്ചയായിട്ടും അവന് തന്നെ കിട്ടും എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് സുരേഷ് എന്ന് പറഞ്ഞ് ആ ഓഫീസിലുള്ള ഒരു സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു. ഇവനാണ് നമ്മളുടെ ഹീറോയിനെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ ആ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ സുരേഷ് വന്നിട്ട് റെഡ്ഡി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡ്ഡിയുടെ അടുത്ത് ആരാണ് ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയുടെ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് കാണിക്കുന്ന സമയത്ത് സുരേഷ് പറയുന്നുണ്ട് ഇവനെ ജോലിക്ക് എടുക്കേണ്ടത്. കാരണം ഇവനും കൂടി ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കും, അത് നമുക്ക് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഇപ്പോൾ വേറെ വഴിയില്ലാതെ റെഡ്ഡി എന്ന് പറഞ്ഞ ആള് അവൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മാനേജർ ചോദിക്കുന്ന സമയത്ത് അവൻ തീരെ പെർഫോം ചെയ്തില്ല, അവനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഹീറോയിൻ കേട്ടിട്ട് അവളും അത് ശരിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഹീറോയെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് അവളുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവുകയാണ്. അങ്ങനെ അവളിപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അവൾ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന സമയത്ത് നമ്മളുടെ ഹീറോ അവൾക്ക് വേണ്ടി എന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ഭയങ്കര ദേഷ്യത്തിൽ അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. അതായത് അവൾ അവൻ്റെ അടുത്ത് പറയുന്നു, നിനക്ക് ജോലി കിട്ടണമെന്നൊന്നുമില്ല, ഇങ്ങനെ വീട്ടിലിരുന്നാൽ മതിയോ, നീ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിക്കുകയല്ലേ ചെയ്തത്, നിനക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ റിമോട്ടൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പം നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ തന്നെ ഇത്രയും മനസ്സിലാക്കുന്ന ഇവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ കേട്ട സമയത്ത് നമ്മളുടെ ഹീറോ ആകെപ്പാടെ മനസ്സൊടഞ്ഞു പോവുകയാണ്. ആ ഒരു വിഷമത്തിൽ ഹീറോ നേരെ തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ പോയി മദ്യപിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ മദ്യപിച്ച് നൈറ്റ് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് പോലീസ് പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം നമ്മളുടെ ഹീറോയിനാണ് വന്നിട്ട് സൈനൊക്കെ ചെയ്ത് അവനെ അവിടെ നിന്ന് ഇറക്കുന്നത്. അപ്പോൾ ജോലിക്കും പോകാതെ വെള്ളം അടിച്ചിങ്ങനെ നടക്കുകയാണെന്നുള്ള ഒരു തോട്ടും കൂടി അവളുടെ ഉള്ളിൽ വന്നപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ ഹീറോയോട് ദേഷ്യമാവുകയാണ്. അങ്ങനെ അതിനുശേഷം അവൾ നമ്മളുടെ ഹീറോയോട് തീരെ സംസാരിക്കാതെയായി. ഇതേ സമയത്ത് അവളുടെ ഓഫീസിലെ മാനേജർ പൊസിഷനിലേക്ക് ആ സുരേഷ് എന്ന് പറഞ്ഞ ആൾ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഹീറോ പല സ്ഥലങ്ങളിലായിട്ട് ജോലിക്ക് അന്വേഷിച്ച് പോയിട്ടും അവിടെയൊക്കെ റെക്കമെൻഡേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്ന് പറഞ്ഞിട്ട് അവന് അവിടെയും റിജക്റ്റ് ആവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു കമ്പനിയിലേക്ക് അവൻ ജോലിക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 10 ലക്ഷം കൊടുത്താൽ മാത്രമേ ജോലി കിട്ടൂ എന്ന് പറയുന്നു. പക്ഷേ അത് സെക്യൂർഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കും എന്നും അവർ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം വീട്ടിൽ വന്നിട്ട് അവൻ ഹീറോയിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഇവൻ അതിനും അൺഫിറ്റ് ആണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് ഡേ അവൾ 10 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് എഴുതി അവന് കൊടുക്കുന്നു. എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ നിനക്ക് ജോലി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ആ ചെക്ക് അവന് കൊടുക്കുകയാണ്. അവൻ ആ ചെക്കും കൊണ്ട് നേരെ പോയിട്ട് ബാങ്കിൽ നിന്നും ആ ഒരു ചെക്ക് മാറ്റി പൈസയാക്കിയിട്ട് അവൻ ആ പൈസയും ബാഗിൽ വെച്ച് വരുന്ന സമയത്ത് കറക്റ്റ് ആ ബാഗ് ഒരു കള്ളൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അവനെ ഒരുപാട് ഫോളോ ചെയ്ത് പിടിക്കാനൊക്കെ നോക്കിയെങ്കിലും നമ്മളുടെ ഹീറോയെ കൊണ്ട് അത് സാധിച്ചില്ല. അവൻ ആ ഒരു പൈസയും കൊണ്ടുപോയി. അങ്ങനെ ഇപ്പം നമ്മളുടെ ഹീറോയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ബാഗായിരുന്നു. ഹീറോയുടെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ ഹീറോയ്ക്ക് അവൾ തന്നിട്ടുള്ള ആ പൈസയും എല്ലാം ആ കള്ളൻ കൊണ്ടുപോയി. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയ്ക്ക് ഇനി ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പൈസ പോയി എന്ന് ഹീറോയിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാനും പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നേരെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷേ അവർ ആക്ഷൻ എടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഹീറോ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അവളുടെ അടുത്ത് ജോലി കിട്ടിയെന്ന് കള്ളം പറയുന്നു. ഒരു 10 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ വരും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കുക അടുത്ത ദിവസം നമ്മളുടെ ഹീറോയിൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് അവൾക്ക് വളരെ മോശമായിട്ടുള്ള മെസ്സേജ് വരികയാണ്. അപ്പം നമ്മളുടെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നു, ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് എനിക്കിങ്ങനെ മോശമായിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട്. ആരാണ് ഈ മെസ്സേജ് അയക്കുന്നതെന്നൊന്ന് കണ്ടുപിടിക്കണം. ഈ ഓഫീസിനുള്ളിലുള്ള ആൾ തന്നെയാണെന്ന്. അങ്ങനെ ഇപ്പോൾ അവളുടെ ഫ്രണ്ട് ആരും അറിയാതെ ഇങ്ങനെ ആരൊക്കെയാണ് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ മാനേജർ സുരേഷ് മെസ്സേജ് അയക്കുന്നത് അവൾ കണ്ടത്. അങ്ങനെ ആ പെണ്ണ് നമ്മളുടെ ശ്രുതിയുടെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് അവൾ നേരെ ചെന്നിട്ട് സുരേഷിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്നാൽ സുരേഷ് ആണെങ്കിൽ അതൊന്നും കേട്ടിട്ട് പേടിക്കുന്ന ലക്ഷണമില്ല. സുരേഷ് പറയുന്നു, നീ എത്ര നാൾ ഈ ജോലിയിലിരിക്കും? അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ആ ഒരു പൊസിഷനിലേക്ക് എടുക്കാം. ഇയാൾ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഹീറോയിന് ഇപ്പോൾ വലിയ കാര്യമായിട്ട് റിയാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ വെച്ച് കേട്ടാൽ ഇപ്പം നമ്മളുടെ ഹീറോയെ കാണിക്കുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ടാക്സി ഓടിക്കാൻ പോയാലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ പഴയൊരു ഫ്രണ്ടിനെ കണ്ടത്. അവനിപ്പോൾ ചെറിയൊരു കമ്പനി നടത്തുന്നുണ്ട്. അവനിപ്പോൾ നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു, നീ തൽക്കാലത്തേക്ക് അവളുടെ അടുത്ത് എൻ്റെ കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ കമ്പനിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിനക്കൊരു ഓഫർ ലെറ്റർ അയച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ആ പറഞ്ഞതുപോലെ നമ്മളുടെ ഹീറോയ്ക്ക് അവനൊരു ഓഫർ ലെറ്റർ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഹീറോ ആ ഒരു മെയിൽ അവളെ കാണിക്കുന്ന സമയത്ത് അവളും ഭയങ്കര ഹാപ്പി ആവുകയാണ്. അങ്ങനെ അവൾ സന്തോഷത്തോടു കൂടി ജോലിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് പിറ്റേ ദിവസം അവൾ ഓഫീസിൽ പോകുന്ന സമയത്ത് എല്ലാവർക്കും ലഡുവൊക്കെ കൊടുക്കുന്നു. അതുമാത്രമല്ല അവൾ തൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഫോർമൽ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് വരികയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി. എന്നാൽ നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളെ താൻ പറ്റിക്കുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇവൻ നേരെ ഇവളെ ഓഫീസിൽ കൊണ്ടുപോയി വിട്ടിട്ട് അതിനുശേഷം ഹീറോ നേരെ കോൾ ടാക്സി ഓടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു ദിവസം ഹീറോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹീറോയുടെ വണ്ടിയിൽ ബാലു എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്ന് കയറുന്നത്. അപ്പോൾ ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് പറഞ്ഞാണ് നമ്മളുടെ ഹീറോയുടെ വണ്ടിയിൽ കയറുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് ഇന്റർവ്യൂവിൻ്റെ അവിടെ നിന്ന് കോൾ വരുന്നത്. അപ്പം നമ്മളുടെ ഹീറോ എന്താണോ പഠിച്ചിട്ടുള്ളത് ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ബാലുവും പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇന്റർവ്യൂവിൻ്റെ കോൾ വരുന്ന സമയത്ത് ബാലു അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. പക്ഷേ ബാലു ഭയങ്കര നെർവസ് ആവുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോ ഫോൺ മേടിച്ചിട്ട് ഹീറോ സംസാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ സംസാരിച്ച് ഹീറോയുടെ സംസാരത്തിൽ അവർ ഇംപ്രസ്ഡ് ആയിട്ട് ജോലിയും കൊടുക്കുന്നു. അതായത് ബാലുവിന് ജോലി കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ബാലു എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഹീറോ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത് വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ശ്രുതി അവനെ വിളിച്ചിട്ട്, ഞാനിതാ നിൻ്റെ കമ്പനിയുടെ താഴെയുണ്ട്, നീ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അവിടെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ അവളെ കണ്ടിട്ട് അവളുടെ അടുത്ത് ഓരോന്നൊക്കെ
ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളുടെ ഹീറോ ഓടിക്കിതച്ച് ഒരു വിധത്തിൽ അവിടേക്ക് എത്തുന്നു. എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പുറത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവളിപ്പോൾ എനിക്ക് ഓഫീസ് ചുറ്റി കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹീറോയും ഫ്രണ്ടും അവളും കൂടിയിട്ട് ഓഫീസൊക്കെ ചുറ്റി കാണുന്നു. ഹീറോ ആണെങ്കിൽ സ്വന്തം ഓഫീസ് പോലെ ഒരു വിധത്തിൽ അവളെ ഇങ്ങനെ ചുറ്റി കാണിക്കുകയാണ്. അവിടെ വെച്ച് കേട്ടാൽ ഇപ്പോൾ ശ്രുതിയുടെ മാനേജറെ കാണിക്കുന്നു. അയാളാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ശ്രുതിക്ക് ഒരുപാട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്. ഒരു ദിവസം നമ്മളുടെ ഹീറോ അവൻ്റെ ഫസ്റ്റ് മന്ത് സാലറി ആണെന്ന് പറഞ്ഞാൽ 30,000 രൂപ എടുത്തുകൊണ്ട് വന്നിട്ട് അവൾക്ക് കൊടുക്കുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അവിടെ വെച്ച് കേട്ടാൽ ഇപ്പോൾ ഒരു ദിവസം രാത്രി നമ്മളുടെ ഹീറോ അവൻ്റെ ഫ്രണ്ടിനെയും കാറിൽ വെച്ചിട്ട് ഭയങ്കര സ്പീഡിൽ ദേഷ്യത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത് ഒരു ദിവസം രാത്രി ശ്രുതി വർക്കൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് അവൾ ഭയങ്കര ഡിസ്റ്റർബ് ആയ പോലെ ഉണ്ട്. അപ്പോൾ ഫോണിലാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ എടുത്തു നോക്കുന്ന സമയത്ത് കുറേ ന്യൂഡ് ഫോട്ടോസും പിന്നെ വൾഗറായിട്ടുള്ള കുറേ മെസ്സേജൊക്കെ ആ മാനേജർ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ നേരെ ആ മാനേജറെ ചെന്ന് കണ്ടിട്ട് അവനെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യം നമ്മളുടെ ഹീറോ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വേറൊരു കാര്യം സംഭവിക്കുന്നത്. ഈ മാനേജർ നമ്മളുടെ ഹീറോയെ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗുണ്ടകൾ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവനെ അടിക്കാനല്ലേ പറഞ്ഞത്, പക്ഷേ ഇത് മറ്റേ കോൾ ടാക്സി ഓടിക്കുന്നവനല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാനേജർ ഇവൻ കോൾ ടാക്സി ഓടിക്കുന്നവനാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ശരി അവൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോളൂ, എനിക്ക് ആവശ്യം വരും എന്ന് ആ ഗുണ്ടകളുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അവരിപ്പോൾ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണ്. ഇപ്പം നമ്മളുടെ ഹീറോ ആണെങ്കിൽ തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഭയങ്കര ഫീൽ ചെയ്തുകൊണ്ട് ശ്രുതി എന്നെ വല്ലാണ്ട് വിശ്വസിക്കുന്നുണ്ട്, അവളെ ഇനിയും ചതിക്കാൻ പറ്റില്ല, അവളുടെ അടുത്തുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോ ഇപ്പോൾ അവൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് അവളെ വിളിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്, നീ ഒന്ന് താഴേക്ക് വാ, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് അവൾക്ക് അവിടെ ഓഫീസിൽ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് വരികയാണ്. അപ്പോൾ ആ ഒരു മീറ്റിംഗിൽ നമ്മളുടെ ശ്രുതിയുടെ മാനേജർ വന്നിട്ട് പുതിയൊരു ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു നമ്മൾ ക്യാബ് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ് ലോഞ്ച് ചെയ്യുന്നത്, ഇപ്പോൾ ഉള്ള ക്യാബ് ഡ്രൈവേഴ്സ് ഒന്നും ശരിയല്ല, കഴിഞ്ഞ ദിവസം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് അതിലുണ്ടായിരുന്ന ക്യാബ് ഡ്രൈവർ നമ്മളുടെ ഹീറോ ആയിരുന്നു, ഹീറോയുടെ വിഷ്വലായിരുന്നു അയാൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും എല്ലാവരും ഷോക്കാവുന്നു. അതായത് നമ്മളുടെ ശ്രുതിയുടെ ഹസ്ബൻഡ് IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ക്യാബ് ഡ്രൈവർ ആയിരുന്നു എന്നുള്ള ചോദ്യം എല്ലാവരുടെ ഉള്ളിൽ വരുന്നു. നമ്മളുടെ ഹീറോയിനും ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. അവൾ എന്നിട്ട് ഭയങ്കര വിഷമത്തിൽ ഓഫീസിൽ നിന്നും നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളുടെ ഹീറോയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുഖത്തിനിട്ട് ഒറ്റ അടി കൊടുക്കുന്നു. അപ്പം നമ്മളുടെ ഹീറോ ഈ കാര്യമാണ് ഞാൻ പറയാൻ വന്നതെന്ന് പറയുമ്പോൾ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവൾ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പം പിന്നെയും പഴയ പോലെ തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നൊന്നുമില്ല, ഭയങ്കരമായിട്ടുള്ള ഒരു അകൽച്ച ഇവരുടെ ഉള്ളിൽ വരികയാണ്. നമ്മളുടെ ഹീറോ ആണെങ്കിൽ അവളെ എത്ര തന്നെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് ശ്രമിച്ചാലും അവൾ അതിനൊന്നും നിന്നു കൊടുക്കുന്നില്ല. അങ്ങനെ ഇപ്പം നമ്മളുടെ ഹീറോയും ഭയങ്കര വിഷമത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സംഭവം നടക്കുന്നത്. അതായത് നമ്മളുടെ ശ്രുതിയുടെ അമ്മയുണ്ടല്ലോ, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നല്ലോ, അവരിപ്പോൾ മരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് ചെന്ന് ചടങ്ങുകളെല്ലാം കഴിയുന്ന സമയത്ത് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ ഹീറോ ചെല്ലുന്ന സമയത്ത് പോലും അവൾ നിന്നു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രുതിയുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അമ്മ മരിച്ചത് കൊണ്ട് കുറച്ച് ദിവസം നമ്മളുടെ ഹീറോയിൻ വീട്ടിൽ നിൽക്കുകയാണ്. നമ്മളുടെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് രാത്രി ശ്രുതിയുടെ അച്ഛൻ വന്നിട്ട് അവളുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അച്ഛൻ അവളുടെ അടുത്ത് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന്. അപ്പോൾ അവൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ആ ഒരു സമയത്താണ് അച്ഛൻ കുറേ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് അച്ഛൻ അവളുടെ അടുത്ത് പറയുന്നു, ഞാൻ ഈ കല്യാണത്തെക്കുറിച്ച് അവൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവന് ജോലിയില്ല, അതുകൊണ്ട് കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് മതി മാരേജ് എന്നാണ്. എന്നാൽ നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസറാണ്, അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ മാരേജ് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നേരത്തെയാക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതിക്കുകയാണ് ചെയ്തത്. നിൻ്റെ അമ്മയെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തും എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല, എന്നാൽ നിൻ്റെ അമ്മ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ ഉയരാൻ വേണ്ടി സാധിച്ചത്. ശരിക്കും ഒരാൺകുട്ടിയെ സംബന്ധിച്ചിട്ട് അവൻ്റെ പാരൻസ് പലപ്പോഴായിട്ട് അവന് ജോലിയില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തും. അതിനെയൊക്കെ ഓവർകം ചെയ്ത് അവന് വരാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ അവൻ മാരേജ് കഴിച്ചിട്ടുള്ള അവൻ്റെ വൈഫ് അവനെ ആ രീതിയിൽ കളിയാക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതവനെ വലിയ രീതിയിലായിരിക്കും ബാധിക്കുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് അവൻ്റെ കൂടെ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്താണ് നമ്മളുടെ ഹീറോയിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെ അവൾക്കിപ്പോൾ എല്ലാം ഓർത്തിട്ട് ഭയങ്കര വിഷമമാവുകയാണ്. ഇപ്പോൾ ഇതേ സമയത്ത് ഓഫീസിൽ മാനേജറായിട്ടുള്ള സുരേഷ് എന്തോ ഒരു തർക്കത്തിൻ്റെ പേരിൽ റെഡ്ഡിയെ പിരിച്ചുവിടുകയാണ്. ആ ഒരു ദേഷ്യത്തിൽ റെഡ്ഡി നമ്മളുടെ ശ്രുതിയെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് ഉണ്ടായൊരു സത്യം പറയുന്നു. അതായത് പണ്ട് നമ്മളുടെ ഹീറോ നല്ല രീതിയിലായിരുന്നു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഈ മാനേജറാണ് നമ്മളുടെ ഹീറോയുടെ
അവളുടെ ആപ്ലിക്കേഷൻ ഫോം അതിൽ നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോഴാണ് നമ്മളുടെ ഹീറോയെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവൾ നേരെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് നോക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ഒരുപാട് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു ലേക്കിൻ്റെ സൈഡിൽ വളരെ വിഷമിച്ച് നമ്മളുടെ ഹീറോ ഇരിക്കുകയാണ്. അവളപ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് നിനക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവനെ വളരെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിക്കുന്നു. നമ്മളുടെ ഹീറോയും ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് നിന്നത് അവളുടെ ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മളുടെ ഹീറോയെ കൂട്ടിക്കൊണ്ട് നേരെ ഓഫീസിലേക്ക് പോയിട്ട് അവള് മാനേജറുടെ മുഖത്ത് നോക്കിയിട്ട് പട്ടേന്ന് അടി കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം നടക്കുന്നത്. നമ്മളുടെ ഹീറോ കാരണം ഒരുത്തിന് ജോലി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഹീറോ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ അയാൾ ഇപ്പോൾ നമ്മളുടെ ഹീറോയെ വിളിച്ചിട്ട് അയാളെ കമ്പനിയിലെ ഒരു ഹയർ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. സോ അവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ നമ്മളുടെ ഹീറോയെ റെക്കമെൻഡ് ചെയ്ത് അവിടെ ജോലിക്ക് എടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഹീറോ IT കമ്പനിയിൽ ജോലി കിട്ടുകയാണ്. അങ്ങനെ നല്ല പൊസിഷനിൽ നല്ല സാലറിയിൽ ഹീറോ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. സോ അത്തരത്തിലൊരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ മൂവി അവസാനിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.